ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് വിച്ച് ഡിവൈഡ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് -2 2 ആൻഡ് 2 8 into 4 ഈക്വൽ പാർട്സ്. ഇതെങ്ങനെ ചെയ്യാം? നമുക്കിതൊന്ന് വരച്ച് നോക്കാം. ശ്രദ്ധിച്ചിരിക്കണം. എ ബി എന്ന് പറഞ്ഞൊരു ലൈൻ സെഗ്മെൻ്റ് ഉണ്ട്. എ ബി എന്ന് പറഞ്ഞൊരു ലൈൻ സെഗ്മെൻ്റ് ഉണ്ട്. എയുടെ കോർഡിനേറ്റ്സ് -2 2ഉം ബിയുടെ കോർഡിനേറ്റ്സ് 2 8 ആണ്. ഇതിനെ നമുക്ക് 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. 4 ഈക്വൽ പാർട്സ്. അപ്പോൾ എവിടെ വെച്ച് കട്ട് ചെയ്യണം? ഇവിടെ ഒരു കട്ടിങ്, ഇവിടെ ഒരു കട്ടിങ്, ഇവിടെ ഒരു കട്ടിങ്. റഫാണ് കേട്ടോ. 3 തവണ കട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, ഇവിടെ നോക്കിയേ, ഈ ഡിസ്റ്റൻസ് ഈക്വൽ, ഈ ഡിസ്റ്റൻസ് ഈക്വൽ, ദിസ് ഡിസ്റ്റൻസ് ഈക്വൽ, ദിസ് ഡിസ്റ്റൻസ്. 4 സെക്ഷൻസ് കിട്ടുന്നില്ലേ? ഇതൊരു സെക്ഷൻ, രണ്ടാമത്തെ സെക്ഷൻ, തേർഡ് സെക്ഷൻ, ഫോർത്ത് സെക്ഷൻ. 3 പോയിന്റുകളുണ്ട് അല്ലേ? പി ക്യു ആർ. ഈ 3 പോയിന്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 4 ഈക്വൽ പാർട്സുകൾ കിട്ടും. പി ക്യു ആർ ഈ 3 പോയിന്റുകളാണ് കാണേണ്ടത്. ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് വിച്ച് ഡിവൈഡ് ദ ലൈൻ സെഗ്മെന്റ് ഇൻറ്റു 4 ഈക്വൽ പാർട്സ്. പി ക്യു ആർ ഈ 3 പേരെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യം ക്യൂ കണ്ടാലോ. ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് നോക്കി, ഈ ഫിഗർ എ ബിയുടെ കറക്റ്റ് സെൻറ്ററിലല്ലേ ക്യൂ വരണേ നോക്കി. നമ്മളതിന് വേണ്ടി സെക്ഷൻ ഫോർമുലയിലോട്ട് പോകണ്ട. എ ക്യൂ അല്ലേ, അത് എത്രയാണോ അത്രയും തന്നെയല്ലേ ക്യൂ ബിയും വരുന്നത്. ഈ ഫിഗർ കണ്ടാൽ തന്നെ അറിയാം ക്യൂ എന്ന് പറഞ്ഞ പോയിന്റ് എ ബിയുടെ മിഡിലാണ്. എ ബിയുടെ മിഡ് പോയിന്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ക്യൂ കിട്ടും. അപ്പോൾ മിഡ് പോയിന്റ് ഫോർമുല കാണാനായിട്ട് -2 + 2/2, x1 + x2/2, y1 + y2/2, 2 + 8/2. ഇങ്ങനെ ചെയ്യാം. ക്യൂവിൻ്റെ മിഡിൽ പോയിന്റ് കിട്ടും. ചെയ്തു വരുമ്പോൾ 0/2 ചെയ്ത് കാണിക്കണ്ടല്ലോ. 0/2 0. ഇവിടെ 10/2 വരും. 5. ഒരു പോയിന്റ് റെഡി ആയിട്ടുണ്ട്. നമ്മളത് ആ ഫിഗറിൽ തന്നെ എഴുതി വെച്ചേക്കാം, കൺഫ്യൂഷൻ ഉണ്ടാവില്ലല്ലോ അല്ലേ. ക്യൂ എന്ന് പറഞ്ഞ പോയിന്റ് 0.5 ആണ് അല്ലേ. ഇവിടെ എഴുതി വെക്കാം 0.5. ക്യൂ കിട്ടി. ഇനി നമുക്ക് പിയും ആറും വേണം. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി, പി എന്ന് പറഞ്ഞാൽ എ ക്യൂവിൻ്റെ കറക്റ്റ് മിഡിലല്ലേ നോക്കി. ഇത് കണ്ടാൽ തന്നെ അറിയാമല്ലോ, എ ക്യൂവിൻ്റെ കറക്റ്റ് മിഡിലാണ് പി വരുന്നത്. അപ്പോൾ പി കാണാനായിട്ട് മിഡ് പോയിന്റ് ഫോർമുല ഏതാണ് റെഫർ ചെയ്യേണ്ടത്? എ ക്യൂ റെഫർ ചെയ്യണം. എ ക്യൂ x1 + x2/2 ചെയ്ത് കഴിഞ്ഞാൽ -2 + 0/2, കോമ y1 + y2/2 ചെയ്ത് കഴിഞ്ഞാൽ 2 + 5/2. അപ്പോൾ പിയുടെ കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടും. ഇത് ക്യൂ ആണ് കേട്ടോ. ഇത് പിയുടെ കോർഡിനേറ്റ്സ് കാൽക്കുലേഷൻ പറയില്ല. -2/2 ചെയ്ത് കഴിഞ്ഞാൽ -1 കിട്ടും. ഇവിടെ 7/2 കിട്ടും. ഇപ്പോൾ പിയുടെ കോർഡിനേറ്റ്സ് എത്ര കിട്ടി? ഇവിടെ എഴുതി വെച്ചേക്കാം -1, 7/2. നമുക്കിനി 6 കൂടിയും കാണാനുണ്ട് അല്ലേ. 6 കാണണമെങ്കിൽ എഗെയിൻ മിഡ് പോയിന്റ് ഫോർമുല ഓഫ് എന്ത്? ക്യൂ ബിയുടെ കറക്റ്റ് മിഡിലല്ലേ 6 വന്നിരിക്കണേ നോക്കിയേ. അപ്പോൾ ക്യൂ ബിയുടെ മിഡ് പോയിന്റ് കണ്ടാൽ മതി. 0 + 2/2, 0 + 2/2, 5 + 8/2. അപ്പോൾ ഇത് 6 എന്ന് പറഞ്ഞ പോയിന്റ്. ഇവിടെ 2/2 എന്ന് പറയുമ്പോൾ 1 വരും. ഇവിടെ 13/2 വരും.
അപ്പോൾ 6 കിട്ടി നമുക്ക് അല്ലേ. 6 എന്ത് കിട്ടി? 1,13/2. പി ക്യു ആർ എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, എല്ലാം ആയിട്ടുണ്ട്.